ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്താണ് 20ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി കലക്കിയിട്ടുള്ള അപ്പം കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ചിലരൊക്കെ പറയുന്നത് പട്ടാമ്പി അപ്പം എന്നൊക്കെ പറയും. പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ അറിയില്ല. ഇത്രയും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. അരിപ്പൊടി ഉപ്പും മാത്രം മതി കേട്ടോ. വേഗം ഉണ്ടാക്കുക, പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റുമാണ്. ഇന്ന് വോയിസ് ഓവർ കൊടുക്കണമെന്ന് വയ്യാണ്ട് നീച്ചതേ നേരം വൈകിട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ കടന്നു, കുറച്ച് നേരം കടന്നു. അപ്പം അത് കാരണം ഒന്ന് നേരം പോലെ ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാറുണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ വാവക്കത് കഴിക്കില്ല കേട്ടോ. ഈ അപ്പം വാവക്കാക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ വാവക്കാക്ക് മാവുണ്ടായിരുന്നു, വാവക്കാക്ക് ദോശ ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് ഇറച്ചിക്കറി കേട്ടോ. ദോശക്കാച്ചാലും മറ്റേ അപ്പത്തിനാച്ചാലും ഇറച്ചിക്കറി ഉണ്ട് വെച്ചാൽ അടിപൊളിയാക്കാം. അപ്പം അങ്ങനെ ഇറച്ചിക്കറി അതിന് ശരിയാക്കി. ചിലർ ഇതിൽ കലക്കി വെക്കുമ്പോൾ കോഴിമുട്ടൊക്കെ കൂട്ടും കേട്ടോ. പക്ഷെ ഞാൻ കോഴിമുട്ടൊന്നും കൂട്ടില്ല. ഞാൻ വെറും ഇതിൽ കുറച്ച് പൊടി മതി, നിറയെ വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സാക്കിയാൽ എനിക്ക് കനല്ലാതെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പം ഇന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. പോക്കറ്റ് ഷവർമ്മയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മയോണീസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് 3 മുട്ടൻ്റെ വെള്ളം എടുത്തു കേട്ടോ. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ഇടണം, ഉപ്പ്, പിന്നെ കുറച്ച് സുർക്ക കേട്ടോ. സുർക്കില്ലാത്തവർ ചെറുനാരങ്ങ ഇട്ടിച്ചാലും മതി. പിന്നെ 2-3 കയ്യിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പോക്കറ്റ് ഷവർമ്മ ഉണ്ടാക്കാൻ കുറേ ദിവസമായി പറയുന്നു. അപ്പം ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നിന്നാ കേട്ടോ. ഈ മയോണീസ് നേരാവണം വെച്ചാൽ എണ്ണ എത്രത്തോളം ഒഴിക്കണം അത്രത്തോളം നേരാവും കേട്ടോ. അപ്പോൾ കണ്ടോ, മയോണീസ് അടിച്ച് വന്നപ്പോൾ കണ്ടോ അധികം കുറുകിയില്ല. അപ്പോൾ പിന്നെയും എണ്ണ ഒഴിച്ചിട്ട് പിന്നെയും അടിച്ചെടുത്തു കേട്ടോ. കടയിൽ നിന്ന് വാങ്ങാനായിട്ട് നല്ലതല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് അറിയണ പോലെ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയത് കണ്ടോ കുറുകി വന്നിട്ട് കണ്ടില്ലേ. അപ്പോൾ നല്ല കട്ടിയാക്കണില്ല. എന്താ വെച്ചാൽ ഷവർമ്മയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഒഴിച്ച് നല്ല മിക്സ് ആക്കേണ്ടതല്ലേ പറഞ്ഞിട്ട്. കട്ടി വേണ്ടവർക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് പിന്നെ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല കട്ടിയാവും. അങ്ങനെ പോക്കറ്റ് ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വട്ടത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തേന് മക്കളത് എന്താണ് മയോണീസ് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടോ. അങ്ങനെ ഇതാണ് പോക്കറ്റ് ഷവർമ്മക്കുള്ള ഇൻഗ്രീഡിയൻസുകൾ. അപ്പോൾ ചിക്കൻ, കാബേജ്, കുക്കുംബർ ഇത് മാത്രം ഇട്ടിട്ടുള്ളൂ. എല്ലാ ചിലർ ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റൊക്കെ ഇടും. പക്ഷേ കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത് മാത്രം ഇട്ടിട്ടുള്ളൂ. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് കുരുമുളക് പൊടി അങ്ങനെയെല്ലാം ചേർത്ത് നല്ല മിക്സ് ആക്കണം. നമ്മൾ മയോണീസ് നോക്കിയിട്ട് ഇങ്ങനെ
അത് ഇങ്ങനെ മിക്സാക്കും നോക്കി നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ. നല്ലപോലെ തോനെ മയോണൈസായാൽ പിന്നെ അത് ശരിയാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ആക്കുക. അങ്ങനെ ബ്രെഡ് ഷവർമ ഉണ്ടാക്കി കേട്ടോ. ബ്രെഡ് ഷവർമ പോക്കറ്റ് ഷവർമ ഒക്കെ പറയുമല്ലോ, അങ്ങനെ ഉണ്ടാക്കി. പക്ഷെ നമ്മൾ കുറച്ച് ബ്രെഡല്ലേ, വേഗം അടുപ്പത്ത് വെക്കുമ്പോഴത്തേനും അതിൽ വേഗം മൊരിയുണ്ട് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങാനായിട്ട് നല്ലതല്ലേ, നമുക്കറിയണ പോലെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നോമ്പറക്കൽ കഴിഞ്ഞു. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഉമ്മയും വാക്കൊക്കെ ചായ കുടിക്കുക കേട്ടോ. സുൽത്താൻ നോമ്പറക്കുമ്പോൾ വെള്ളം കുടിക്കലായിട്ട് ഭയങ്കര ക്ഷീണം എനിക്ക്. ഇപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ. ഇപ്പോൾ നിക്കാശാൽ ഇപ്പോൾ അത് കേട്ടോ 17 കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. എല്ലാവർക്കും വയ്യായും കേടും ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോഴൊന്ന് പുറത്ത് പോയി വന്നാൽ പറയും വേണ്ട. അപ്പോൾ ഫ്രണ്ട്സ് ബാക്കി ഫില്ലിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയതിൻ്റെ. അപ്പം ഞാനത് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ചെറുങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. മാവയ്ക്ക് സുൽത്താൻ തറാവിക്ക് പോയിട്ടോ. എന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. കാരണം ഒരു ഉഷാറൊന്നുമില്ല തീരെ. അപ്പോൾ ഞാൻ എന്നാലും ഒരു അപ്പേനും കഴിക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദോശ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.